എൻ്റെ പേര് അതുൽ. കണ്ണൂരാണ് സ്ഥലം. ഞാൻ ബാംഗ്ലൂരിൽ ഒരു ജർമ്മൻ കമ്പനിയിൽ IT സപ്പോർട്ടറായി ജോലി ചെയ്യുന്നു. വീക്കെൻഡിൽ 2 ദിവസം ലീവുള്ളത് കൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ ശനിയും ഞായറും നാട്ടിലുണ്ടാവാറുണ്ട്. തിങ്കളാഴ്ച തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാനുള്ള വിധത്തിൽ വരും. പക്ഷേ ഈ തവണ, അതായത് കഴിഞ്ഞ ആഴ്ച, എനിക്ക് ശനിയാഴ്ച രാത്രി തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വരേണ്ടി വന്നു. ഞാൻ സ്ഥിരം വരാനുള്ള ബസ്സിലെ പരിചയക്കാരനായ ഡ്രൈവർ ചേട്ടനെ കൊണ്ട് എനിക്കൊരു സീറ്റ് തരപ്പെടുത്തി വെച്ചിരുന്നു. ഓൺലൈൻ ചെയ്യുന്നേക്കാൾ പുള്ളിയെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് ഉപകാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല ചിക്സൊക്കെ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പുള്ളി അവരുടെ തൊട്ടടുത്ത സീറ്റൊക്കെ എനിക്ക് തരപ്പെടുത്തി തരും. പകരം ഞാൻ പുള്ളിക്ക് ഇടയ്ക്കൊക്കെ ഒരു കുപ്പി ഓഫർ ചെയ്യാറുണ്ട്. ഇത് ഞങ്ങൾക്കിടയിൽ മാത്രം രഹസ്യമായൊരു ഡീലാണ്. ആളുകളുടെ ക്യാരക്ടർ നോക്കി ഞാൻ അവരെ പലരെയും മുതലാക്കാറുണ്ട്. പക്ഷേ സാഹചര്യം ഒത്തുവരാണെങ്കിലും വഴങ്ങുന്നവരുമാണെങ്കിൽ മാത്രം റിസ്ക് ഒരിക്കലും ഞാൻ എടുക്കാറില്ല. എന്ന് മാത്രമല്ല, അതിനോട് എനിക്ക് താല്പര്യമില്ല. ഡാ, ഇന്ന് ചിലപ്പോൾ നിനക്കൊരു കോളിന് ചാൻസ് ഉണ്ട്. 14-ൽ ഒരു സ്ത്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. 15 കാലിയാണ്. നിനക്കത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ബസ്സിലെ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു. ഏതെങ്കിലും മെരുങ്ങുന്ന ഒന്നാകണേ. വേറൊരു ഡിമാൻഡും എനിക്കില്ല. അവിടെ എത്തും വരെ ബോറടിക്കില്ലല്ലോ, ഞാൻ മനസ്സിലോർത്തു. ഞാൻ കണ്ണൂർ ടൗണിൽ നിന്നാണ് ബസ് കയറിയിട്ടിരുന്നത്. 9:10 ആയപ്പോഴേക്കും ബസ് എടുത്തു. എൻ്റെ സീറ്റിന് തൊട്ടടുത്തിരിക്കേണ്ട സീറ്റിൽ അപ്പോഴും ആൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ കുറച്ചപ്പുറത്തുനിന്ന് എവിടെയെങ്കിലും കയറുന്നതായിരിക്കും. എങ്കിലും ഞാനൊരു സംശയത്തിന് ഡ്രൈവർ ചേട്ടനെ വിളിച്ചു. ഹലോ, ആളെവിടെ? കാണുന്നില്ലല്ലോ. പോസ്റ്റ് ആകുമോ? ഞാൻ ചോദിച്ചു. ഏയ് ഇല്ലടാ, അവർ മുട്ടന്നോട് നിന്നാണ് കയറേണ്ടത്. ആ പിന്നെ, ചെറുപ്പക്കാരി പിള്ളേരൊന്നും അല്ലട്ടോ, ഒരു സ്ത്രീയാണ്. ബുക്കിംഗ് ലിസ്റ്റിൽ 41 വയസ്സെങ്ങാണ്ടാണ് ഞാൻ കണ്ടത്. നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. ചേട്ടൻ അതും പറഞ്ഞ് ഒരു ചിരി ചിരിച്ച് ഫോൺ കട്ട് ചെയ്തു. മുട്ടന്നൂരിലേക്ക് ഒരു 30 കിലോമീറ്റർ കൂടിയുണ്ട്. എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂറാകും. ഈശ്വരാ, പട്ടിണിയാകരുതേ, ഞാൻ മനസ്സിൽ സ്വയം ആശങ്ക പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് മര്യാദക്ക് ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഒരച്ചടക്കക്കുറവ് എൻ്റെ ആൾക്ക് നല്ല രീതിയിലുണ്ട്. ഞായറാഴ്ച അവധി ദിവസമായതിനാൽ ഇന്നത്തെ ബസ്സിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. മിക്കവാറും സീറ്റുകളൊക്കെ കാലിയായിരിക്കാനാണ് സാധ്യത. ഞാൻ ഫോണിൽ സ്ക്രോളിക്കൊണ്ടിങ്ങനെ അലസമായി എൻ്റെ സീറ്റിൽ ചാരിക്കിടന്നു. ഏസിയുടെ തണുപ്പ് ബസ്സിനകം തണുപ്പിച്ചു വരുന്നേ ഉള്ളൂ. ബസ് മുട്ടന്നൂരിൽ എത്താറായിരിക്കുന്നു. ഞാൻ ഫോണിലേക്കുള്ള നോട്ടം വിട്ട് ക്യാബിൻ ഡോറിൻ്റെ അടുത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏറെക്കുറെ എൻ്റെ സീറ്റ് ബസ്സിൻ്റെ നടുവിലായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സീറ്റിന് അടുത്തേക്ക് വരേണ്ടവരെ മുഴുവനായും സ്കാൻ ചെയ്യാനുള്ള ഒരു ചാൻസ് എനിക്കുണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരുന്നു. ബസ് നിർത്തിയപ്പോൾ 2-3 പേർ കയറി. 2 പുരുഷന്മാർ എൻ്റെ സീറ്റിൻ്റെ മുൻ സീറ്റിൽ വന്നിരുന്നു. ഞാൻ കാത്തിരുന്ന ആ അജ്ഞാത സ്ത്രീ ഏറ്റവും അവസാനത്തിൽ കടന്നു വരുന്നത് ഞാൻ കണ്ടു. വാവ്! ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ ടെൻഷൻ മാറിക്കിട്ടി. സുന്ദരിയായ ഒരു ആൻറ്റി. കണ്ടാൽ നേരത്തെ ചേട്ടൻ പറഞ്ഞ അത്രയും പ്രായമൊന്നും തോന്നില്ല. ഒരു കേരളീയ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചേച്ചി. വൃത്തിയായി ഉടുത്ത സാരിയാണ് വേഷം. എങ്കിലും എന്നെ നന്നായി അത് ആകർഷിപ്പിച്ചു. ചേച്ചി ഓരോ സീറ്റും തിരഞ്ഞ് ചേച്ചിയുടെ സീറ്റിൻ്റെ നമ്പർ നോക്കി എൻ്റെ തൊട്ടടുത്ത സീറ്റിന് വന്ന് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു, ഇതാണ് എൻ്റെ സീറ്റ്, ഞാനിവിടെ ഇരുന്നോട്ടെ? അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ചേച്ചി ഇരിക്കേണ്ട സീറ്റിൽ ഞാൻ എൻ്റെ ചെറിയ വാട്ടർ ബോട്ടിലും എൻ്റെ ഒരു കുഞ്ഞു ബാഗും വെച്ചിരുന്നു. ഞാൻ സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവ രണ്ടും എൻ്റെ സീറ്റിൻ്റെ മുന്നിലെ ഡ്രോയിലേക്ക് മാറ്റി. ചേച്ചി ഒരു താങ്ക്സ് പറഞ്ഞ് സീറ്റിലിരുന്നു. ഞങ്ങൾ ഒന്നുകൂടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ചേച്ചിയിൽ നിന്നും ഉയർന്നു വന്ന യാർലിയുടെ ഒരു ലൈറ്റ് പെർഫ്യൂമിൻ്റെ മണം എനിക്കേറെ ഇഷ്ടമായി. അങ്ങനെ ചേച്ചി എൻ്റെ തൊട്ടടുത്ത് ഇരിപ്പിടം ഉറപ്പിച്ചു. കണ്ടിട്ട് ചേച്ചിക്ക് അത്ര ജാടയൊന്നും തോന്നുന്നില്ല. ഞങ്ങൾക്കിടയിൽ ഒരു സംഭാഷണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും വളച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ ഞാൻ പെർഫ്യൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ചേച്ചി, നൈസ് പെർഫ്യൂം കേട്ടോ.
പ്രത്യേകം പറയാൻ കാരണം ഞാൻ എല്ലാ വീക്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്ക് മിക്കവാറും തൊട്ടടുത്തിരിക്കുന്നവരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടപ്പെടാറില്ല. ചിലതൊക്കെ വല്ലത് തലവേദനയും ഉണ്ടാക്കാറുണ്ട്. എന്തായാലും നൈസ് സ്മെല്ലാണ്. ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി ഒരാകർഷണമായ ചിരിയോടെ എന്നോട് നന്ദി പറഞ്ഞു. ഞാനല്ലേ നന്ദി പറയണ്ടേ? താങ്ക് യു, ഒരു നല്ല വൈബ് തന്നതിന്, ഞാൻ പറഞ്ഞു. അതിൻ്റെ കാര്യമൊന്നുമില്ല. എന്തായാലും അങ്ങനെ പറഞ്ഞു കേട്ടതിൽ ഏറെ സന്തോഷമുണ്ട്, ചേച്ചി പറഞ്ഞു. വളരെ സൗമ്യമായും ഹൃദ്യമായുമുള്ള ചേച്ചിയുടെ സംസാര ശൈലി എനിക്ക് ഏറെ ആകർഷണം തോന്നി. പതുക്കെ ഞങ്ങളുടെ സംഭാഷണം വലിയ ബോറടിയില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചിക്ക് ഒരു കോൾ വന്നു. സീറ്റ് കിട്ടിയതിനെ പറ്റിയും നാളെ ഇറങ്ങേണ്ട സ്ഥലത്തെ പറ്റിയുള്ള ഏകദേശ ധാരണയൊക്കെയാണ് മറുതലക്കിലുള്ള ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു. മാംഗ്ലൂർ ചേച്ചിക്ക് വലിയ പരിചയമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ മെനക്കെട്ടില്ല. കുറച്ചു നേരത്തെ സംഭാഷണത്തിനിടയിൽ ചേച്ചി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ബസ് ഇരുട്ടി കഴിഞ്ഞിരുന്നു. ഇനി ഇടയിൽ നിന്നും ആരും കയറാനുണ്ടായില്ല. ബസ്സിനകം പൊതുവെ ശാന്തവും ഒട്ടും തിരക്കില്ലാതെയുമായി. ഇനി ആരും കയറാനില്ലാത്തത് കൊണ്ട് തന്നെ ബസ്സിനകത്തെ പ്രധാന ലൈറ്റുകളെല്ലാം അണഞ്ഞു. ഒരു ഇരുണ്ട നേരിയ നീല വെളിച്ചം മാത്രം. ആ വെളിച്ചം യാത്രക്കാർക്കൊക്കെ കൂടുതൽ പ്രൈവസി നൽകുന്നത് പോലെ എനിക്ക് തോന്നി. വിൻഡോ സീറ്റ് ആയതിനാൽ ഞാൻ കർട്ടൻ ഇത്തിരി നീക്കിയിട്ട് പുറത്തെ ഇരുണ്ട കാഴ്ചയിലേക്ക് ഏസിയുടെ നേർത്തൊരു കുളിരിൽ അലക്ഷ്യമായി നോക്കിയിരുന്നു. അപ്പം എന്നോട് മുട്ടിയിരുമിയിരിക്കുന്ന അപരിചിതയായ ആ സ്ത്രീയുടെ സ്പർശനം ഞാൻ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഹലോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? ചേച്ചിയുടെ ചോദ്യത്തിൽ ഞാൻ എൻ്റെ പുറം കാഴ്ചയിൽ നിന്നും എൻ്റെ കണ്ണുകൾ പിൻവലിച്ചു. ആ പറയൂ, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. അത് എനിക്ക് ഏസിയുടെ തണുപ്പ് അധികം പറ്റില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ആ വിൻഡോ സീറ്റിൽ ഇരുന്നോട്ടെ? ഓ, അതിനെന്താ, നോ പ്രോബ്ലം, ഞാൻ പറഞ്ഞു. ഞങ്ങൾ പരസ്പരം സീറ്റുകൾ മാറിയിരുന്നു. സത്യത്തിൽ ചേച്ചി ചോദിച്ചത് എനിക്ക് വേറെ ഗുണമാണ് ചെയ്തത്. ഇപ്പോൾ ശരിക്കും ചേച്ചി ഒരു മൂലയിലേക്ക് ഒതുങ്ങിയ പോലെ എനിക്ക് തോന്നി. അവസരം ഒത്തുവന്നാൽ ഇതാണ് സൗകര്യമെന്ന് എനിക്ക് മനസ്സിലായി. സീറ്റ് മാറിക്കൊടുത്തതിന് നന്ദി അറിയിച്ചുകൊണ്ട് ചേച്ചി ഒരു താങ്ക്സ് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. തണുപ്പ് പ്രശ്നമാണോ? ഞാൻ ചോദിച്ചു. ആ അതെ, എനിക്ക് തണുപ്പ് ഇത്തിരി മതി, തീരെ പറ്റില്ല, ചേച്ചി പറഞ്ഞു. ഓ, പിന്നെ ബാംഗ്ലൂരിലെ തണുപ്പൊക്കെ ചേച്ചി എങ്ങനെയാണ് സഹിക്കുക? ഞാൻ ചോദിച്ചു. അത് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. മോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ അവൾ വണ്ടിയിൽ നിന്നും സ്ലിപ്പായി വീണിരുന്നു. കാലിന് ചെറിയ പരിക്കുണ്ട്. 2-3 ആഴ്ച എന്തായാലും റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാലിന് ഉളുക്കുണ്ട്. എന്തായാലും 2 ആഴ്ച ജോലിക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ വരാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നുമില്ല. അവിടെ ആവുമ്പോൾ അത്യാവശ്യം നോക്കാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നും നാട്ടിൽ വരുന്നതിൽ ഭേദം അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സുറക്കുന്നില്ല അവളെ കാണാഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് 2 ആഴ്ചത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ ചേച്ചിക്ക് ബാംഗ്ലൂരിൽ എവിടേക്കാണ് പോകേണ്ടത്? അത് അവളുടെ ഫ്ലാറ്റിൻ്റെ സ്ഥലം എനിക്ക് കൃത്യമായി അറിയില്ല. ബസ് സ്റ്റാൻഡിൽ വന്ന് അവളുടെ കൂട്ടുകാരി എന്നെ കൊണ്ടുപോകും, ചേച്ചി പറഞ്ഞു. ഓ, അപ്പോൾ കുഴപ്പമില്ല, ഞാനും അവിടെ തന്നെ ഇറങ്ങുന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. അറിയാത്ത സ്ഥലമല്ലേ. മകളുടെ കൂട്ടുകാരുടെ കയ്യിൽ ചേച്ചി ഏൽപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. ചേച്ചിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സത്യത്തിൽ ഞാൻ ഇറങ്ങേണ്ട സ്ഥലം മാറിപ്പോകുമോ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. ഇപ്പോൾ അത് മാറിക്കിട്ടി. ഇനി പേടിക്കണ്ടല്ലോ. ഞങ്ങളുടെ സംഭാഷണങ്ങൾ ഓരോ കാര്യങ്ങളെ ചുറ്റിപ്പറ്റി നീങ്ങിക്കൊണ്ടിരുന്നു. ചേച്ചീൻ്റെ സാന്നിധ്യം കൂടുതൽ ആസ്വദിക്കുന്നതായി എനിക്ക് മനസ്സിലായി. സംഭാഷണങ്ങൾ ഓരോന്നായി നീട്ടിപ്പരത്തി പറയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പരിചയപ്പെടുത്തിയും ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു. ഇനി ഞാൻ ചേച്ചിയെക്കുറിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ചേച്ചിക്ക് ഒരു മോളാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ അവൾ ബാംഗ്ലൂർ 2 വർഷമായി ജോലി ചെയ്തു വരുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല.
ചേച്ചി നാട്ടിലൊരു സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപികയാണ്. ഭർത്താവ് 4 വർഷം മുമ്പ് മരിച്ചുപോയി. വീട്ടിലിപ്പോൾ ചേച്ചിയും അമ്മയും മാത്രമേ ഉള്ളൂ. ചേച്ചി ബാംഗ്ലൂരിൽ വന്നപ്പോൾ അമ്മയെ ചേച്ചിയുടെ അനിയത്തിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് വരുന്നത്. പെട്ടെന്നൊരു കടന്നുകയറ്റം ചേച്ചിയിലേക്ക് എനിക്ക് പറ്റിയില്ല. എന്തായാലും സാവകാശം എടുക്കുമെന്ന് ഉറപ്പ്. അതിൽ എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കിപ്പോൾ യാതൊരു ഉറപ്പുമില്ല. ചേച്ചിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വളരെ മാന്യതയുള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ശ്രമിച്ചു നോക്കാം. സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചേച്ചിയുടെ ആ സൗന്ദര്യത്തെ ചേച്ചി അറിയാതെ തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ബസ് ഇപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തിരിയുന്ന വളവുകളിൽ ബസ് തിരിക്കുമ്പോൾ പരസ്പരം ഞങ്ങൾ നന്നായി മുട്ടിയൊരുങ്ങുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് നന്നായി തണുക്കുന്നുണ്ടല്ലേ? ഞാൻ ചോദിച്ചു. ആ, തണുപ്പ് കൂടി വരുന്ന പോലെ തോന്നുക. അവിടെ എത്തും വരെ സഹിക്കുക തന്നെ, ചേച്ചി പറഞ്ഞു. ഇനി അങ്ങോട്ട് തണുപ്പ് എന്തായാലും കുറയില്ല. അവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. സാധാരണ ബസ്സിൽ ബ്ലാങ്കറ്റ് ഉണ്ടാവുന്നതാണ്. ഇന്നത്തെ സീരിയൽ കാണുന്നില്ല. ഞാൻ മുന്നിലെ ക്യാബിനിൽ പോയി ഡ്രൈവറോട് ചോദിക്കണോ? എനിക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ഏയ് വേണ്ട, ചോദിക്കണ്ട, സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, ചേച്ചി പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ ബ്ലാങ്കറ്റ് ഉണ്ട്, അത് നമുക്ക് ഷെയർ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് സീറ്റിൽ ഞാൻ എഴുന്നേറ്റ് ഡെസ്കിൽ വെച്ചിരുന്ന ബാഗിൽ എൻ്റെ ഡബിൾ ബ്ലാങ്കറ്റ് എടുത്ത് ചേച്ചിക്ക് കൊടുത്തു. ഇഷ്ടക്കുറവില്ലെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ, ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ? ഏയ് അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ശീലമായി ഈ തണുപ്പൊക്കെ. ചേച്ചി നന്നായിട്ട് പുതച്ചോളൂ, വല്ല ജലദോഷമോ പനിയോ വരുത്തണ്ട, കാലാവസ്ഥ ശീലമല്ലാത്തതല്ലേ. ഞാൻ ഇത്തിരി മാന്യത കയ്യിൽ നിർത്തിക്കൊണ്ട് ചേച്ചിയുടെ മുന്നിൽ നല്ലപിള്ള ചമഞ്ഞു. എങ്കിലും ചേച്ചിയോടൊപ്പം ആ ബ്ലാങ്കറ്റ് ഒരുമിച്ച് പിടിക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. ചേച്ചി എൻ്റെ ബ്ലാങ്കറ്റ് വാങ്ങി കഴുത്തോളം പുതച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ഒത്തിരി നീളമുണ്ടല്ലോ ഇതിന്. ഒരു വശം എനിക്ക് നീട്ടി ചേച്ചി പറഞ്ഞു. ശീലമായെന്നും പറഞ്ഞ് അസുഖം പിടിച്ച് വരുത്തണ്ട, അവിടെ തന്നെയല്ലേ താമസിക്കുന്നേ, വയ്യാണ്ടായാൽ ആരും ഉണ്ടാവില്ലല്ലോ നോക്കാൻ അവിടെ. മര്യാദക്ക് ഇത് വാങ്ങി പുതയ്ക്ക്, ചേച്ചി പറഞ്ഞു. ഞങ്ങൾ നന്നായി പരിചയപ്പെട്ടുവെന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്നെക്കുറിച്ച് ചേച്ചിയോടും ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. അതിൻ്റെ പരിചയത്തിലാണ് ചേച്ചി ഇതൊക്കെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സ്വാതന്ത്ര്യത്തോടെയും അധികാരത്തോടെയും ചേച്ചി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. കാര്യങ്ങൾ ഏറെക്കുറെ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുമെന്ന് മനസ്സ് പറയാൻ തുടങ്ങി. പുതപ്പിൻ്റെ ഒരറ്റം വാങ്ങി ഞാനും ആ ബ്ലാങ്കറ്റിനകത്ത് കയറിപ്പറ്റി. സത്യത്തിൽ ബ്ലാങ്കറ്റ് പുതച്ചപ്പോഴാണ് സത്യം മനസ്സിലായത്. പുറത്ത് ഏസിയുടെ തണുപ്പാണെങ്കിൽ അകത്ത് ബ്ലാങ്കറ്റിനകത്ത് നല്ല ചൂടായിരുന്നു. ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കൊള്ളൂട്ടോ, ഞാൻ പറഞ്ഞു. ഓ, ഈ തണുപ്പത്ത് ഉറക്കം പെട്ടെന്ന് വരുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഒരു 10 മിനിറ്റിനകം തന്നെ ചേച്ചിയുടെ കണ്ണുകൾ ഉറക്കത്തിലേക്ക് ലയിച്ചു. അതോടൊപ്പം തന്നെ ചേച്ചി ഇപ്പോൾ എൻ്റെ തോളിലാണ് തല ചായച്ച് കിടക്കുന്നത്. ആ കിടപ്പ് കൂടിയായപ്പോൾ എൻ്റെ ആൾ തലപൊക്കി എഴുന്നേറ്റു. ചുറ്റുപാടും ഒന്ന് നോക്കി സേഫാണെന്ന് ഉറപ്പുവരുത്തി ഞാൻ എൻ്റെ കൈയെടുത്ത് ചേച്ചിയുടെ കയ്യിൽ വെച്ചു. പെട്ടെന്ന് ചേച്ചി കൈയെടുത്ത് എൻ്റെ കയ്യിലും വെച്ചു. ചേച്ചി ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് എതിർപ്പൊന്നും ഇല്ലാത്തത് കണ്ട് ഞാൻ വീണ്ടും തുടർന്നു. അപ്പോൾ ഈ കഥയുടെ ബാക്കി ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അതിൽ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.